സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശാ വർക്കർമാരുടെ രാപ്പകൽ സമരം അവസാനിപ്പിക്കുന്നു. ഓണറേറിയം വർദ്ധിപ്പിക്കാൻ സർക്കാർ തീരുമാനിച്ചത് സമരവിജയമെന്ന് സമരസമിതി. ഔദ്യോഗിക പ്രഖ്യാപനം 8:30-ക്ക്. ജിബിൻ ജെബിയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ജിബിൻ, ഗുഡ് മോർണിംഗ്. അങ്ങനെ മാസങ്ങൾ നീണ്ട സമരം അവസാനിപ്പിക്കുകയാണ്. പക്ഷേ ജില്ലാ തലങ്ങളിൽ തുടരുമെന്ന് തന്നെയാണല്ലോ പറയുന്നത്. 21,000 രൂപയാണ് ഓണറേറിയം വർദ്ധിപ്പിച്ച് നൽകണമെന്ന് ആവശ്യപ്പെട്ടിരുന്ന ഒരു തുക. പക്ഷേ 1,000 രൂപയാണ് ഇപ്പോൾ കൂട്ടിയിട്ടുള്ളത്. എന്താണ് അവർ പറയുന്നത്? കഴിഞ്ഞ 265 ദിവസമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ തുടരുന്ന രാപ്പകൽ സമരമാണ് അവസാനിപ്പിക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് ഇപ്പോൾ ആശമാർ തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ന് 8:30യോടുകൂടി തന്നെ അതുമായി സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അവരുടെ ഒരു മീറ്റിംഗ് കൂടി ഇനി കഴിയേണ്ടതുണ്ട്. അതായത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇനിയൊരു സമരപ്പന്തൽ വേണമോ അതോ ജില്ലാ കേന്ദ്രങ്ങളിൽ മാത്രം സമരം നടത്തണോ എന്നുള്ള ഒരു തീരുമാനത്തിലേക്കാണ് ഇനി എത്തേണ്ടത്. അത് എന്തായാലും 8:30യോടുകൂടി തന്നെ അതിൻ്റെ ഒരു ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകും. എന്തായാലും ആശാ വർക്കർമാരുടെ പ്രതിനിധി തന്നെ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ചേച്ചി, ഇന്ന് 8:30യോടുകൂടി ഒരു ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട്. എങ്ങനെയാണ് ആ തീരുമാനം? തീർച്ചയായിട്ടും ഞങ്ങൾ നമ്മുടെ ഡിമാൻഡ് 21,000 രൂപയും വിരമിക്കൽ ആനുകൂല്യം 5 ലക്ഷം രൂപയും അത് നേടിയെടുക്കുന്നത് വരെ നമ്മൾ സമരം അവസാനിപ്പിക്കുന്നില്ല. സമരമായിട്ട് മുന്നോട്ട് പോകും. സമരത്തിൻ്റെ അടുത്ത ഒരു ഘട്ടം എന്താണെന്നുള്ളത് ഞങ്ങൾ ഇപ്പോൾ 8:30 കഴിയുമ്പോൾ മാധ്യമങ്ങളെ അറിയിക്കാം. നാളെ നമ്മളിവിടെ സമരപ്രതിജ്ഞ റാലി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പം നാളെയും നമ്മുടെ പരിപാടി തുടരുകയാണ്. അപ്പോൾ 8:30-ക്ക് പിന്നെ തുടർ സമര പരിപാടി എങ്ങനെയാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത് എന്നുള്ളത് മാധ്യമങ്ങളെ അറിയാം. ഇവിടെ സമരപ്പന്തൽ വേണമോ വേണ്ടേ എന്നുള്ള ഒരു കാര്യത്തിൽ മാത്രമാണ് തീരുമാനമാകേണ്ടത് അല്ലേ? തീർച്ചയായിട്ടും അത് അറിയിക്കാം. എന്തായാലും ഇത് സംബന്ധിച്ചിട്ടുള്ള ഒരു ഔദ്യോഗിക പ്രഖ്യാപനം 8:30-ക്ക് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. കാരണം അടുത്ത ദിവസം തന്നെ ഇവിടെ ഒരു വലിയ റാലി ആശാമാരുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്നുണ്ട്. കാരണം അവർ 21,000 രൂപയാണ് കൂട്ടണമെന്ന് ആവശ്യപ്പെട്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ 1,000 രൂപ മാത്രമാണ് കൂട്ടിയിരിക്കുന്നത്. എന്തായിരുന്നാലും അതുകൊണ്ട് ഈ ഒരു സമരം അവസാനിപ്പിക്കാൻ സാധിക്കില്ല. പക്ഷേ സെക്രട്ടേറിയറ്റിന് മുന്നിലെ ഈ സമരപ്പന്തൽ താൽക്കാലികമായി ഇവിടെ നിന്ന് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനത്തിലേക്കാണ് ആശാമാർ എത്തിയിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നാളെ ഇവിടെ ഒരു മഹാറാലി സംഘടിപ്പിച്ച ശേഷം പിന്നീട് ഈ സമരങ്ങളെല്ലാം ജില്ലാ കേന്ദ്രങ്ങൾ അടിസ്ഥാനമാക്കി നടത്താനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് അവർ എത്തിയിരിക്കുന്നത്. എന്തായാലും ഇന്ന് 8:30യോടുകൂടി തന്നെ ഇനി ഒരു മീറ്റിംഗ് കൂടി നടക്കേണ്ടതുണ്ട്. ആശാ വർക്കർമാർ എല്ലാവരും ഓൺലൈനായി ചേരുന്ന ഒരു മീറ്റിംഗ് കൂടിയുണ്ട്. അതിനുശേഷമായിരിക്കും ഔദ്യോഗികമായ ഒരു പ്രഖ്യാപനം 8:30യോടുകൂടി മാധ്യമങ്ങളെ അറിയിക്കുന്നത്. ശരി ജിബിൻ, ആ സമയത്തേക്ക് നമുക്ക് പ്രേക്ഷകരോട് ഈ കാര്യങ്ങൾ വ്യക്തമാക്കാൻ കഴിയുമെന്നും കരുതുന്നു.